മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന്മേൽ തീരുമാനമെടുക്കാതെ UDF. അടുത്ത യോഗത്തിന് മുൻപ് ലീഗുമായി ധാരണയുണ്ടാക്കാനാണ് നിലവിലെ നീക്കം. ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുമായി UDF ചർച്ച പൂർത്തിയാക്കി. ആദ്യവട്ട ചർച്ചയിൽ ഇപ്പോൾ മത്സരിക്കുന്ന 2 സീറ്റ് കൂടാതെ 1 സീറ്റ് കൂടി വേണമെന്ന ആവശ്യമാണ് ലീഗ് ഉയർത്തുന്നത്. ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ലീഗ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് UDF ചർച്ചയ്ക്കൊരുങ്ങിയത്. ഇന്ന് നടന്ന ഉഭയകക്ഷി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്കെടുത്തെങ്കിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് 13-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ മെഷർമെൻറ്റ് നടത്തണ്ട, എത്ര ഡിഗ്രി അനുകൂലം എത്ര ഡിഗ്രി അനുകൂലം എല്ലാം നോക്കേണ്ട, ഫൈനൽ റിസൾട്ട് പറയാം. നിലവിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കണ്ണൂർ എന്നിങ്ങനെയുള്ള സാധ്യതയാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ലീഗിന്റെ ആവശ്യം അടുത്ത UDF നേതൃയോഗം ഈ മാസം 14-ന് പരിഗണിക്കും. അതിനു മുൻപ് ലീഗുമായി ധാരണയിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇതിനിടെ ലീഗിന്റേതൊഴികെ മറ്റെല്ലാവരുമായി UDF ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി. എന്നാൽ ലീഗ് സീറ്റിൽ തീരുമാനമാകാത്തതിനാൽ കേരള കോൺഗ്രസിന്റെ സീറ്റടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പിന്നീട് നടത്താനാണ് UDF തീരുമാനം. അതേസമയം നിലവിൽ കോട്ടയം സീറ്റിന്റെ ഒരു ഉറപ്പ് കേരള കോൺഗ്രസിന് നേരത്തെ തന്നെ UDFിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തിരുവനന്തപുരത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചേരാനിരുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ലീഗിന്റെ കാര്യത്തിലും ധാരണയാകാതിരുന്നതോടെ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേരള കോൺഗ്രസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.